ഹലോ, നമ്മൾ 7th ചാപ്റ്ററിലെത്തിയിരിക്കുകയാണ്. 7th ചാപ്റ്ററിൻ്റെ പേരാണ് മിത്ര കോ പത്ര. മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ. ഈ ഒരു കുട്ടി അവൻ്റെ ഫ്രണ്ടിന് വേണ്ടി ലെറ്റർ എഴുതുന്നത് കണ്ടോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലോ ഇതുവരെ ഒരു ലെറ്റർ എങ്കിലും എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റോറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. പ്രിയ മിത്ര അഭിഷേക്. അപ്പോൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? അഭിഷേക് എന്ന് പറഞ്ഞ ഫ്രണ്ടിനാണ്. ആരാണ് എഴുതുന്നത്? രൂപം. തുമാര പ്രിയ മിത്ര രൂപം. അഭിഷേക് എന്ന ഫ്രണ്ടിന് രൂപം എഴുതുന്ന കത്താണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കത്തൊന്ന് വായിച്ചു നോക്കിയാലോ. प्रिय मित्र अभिषेक, नमस्ते। आशा है कि तुम और परिवार में सभी सकुशल होंगे और गर्मी की छुट्टियों का आनंद ले रहे होंगे। आशा है कि तुम और परिवार में सभी सकुशल होंगे. നിനക്കും നിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഗർമിക്ക് ചുട്ടിയോ ആനന്ദ് ലേ രഹേ ഹോങ്കെ. ഗർമിക്ക് ചുട്ടിയോ എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ. ഇതൊരു സമ്മർ വെക്കേഷനിലാണ് ഈ ലെറ്റർ എഴുതുന്നത്. അഭിഷേകിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ എല്ലാവരും സമ്മർ വെക്കേഷൻ എൻജോയ് ചെയ്യല്ലേ? मैं अपनी छुट्टियां मनाने अपने नाना नानी के घर गुवाहाटी आया हुआ हूँ. ഞാൻ എൻ്റെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ നാനാ നാനിക്ക് ഘർ, എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ, ഗുവാഹട്ടിയിലാണ് ഗ്രാൻഡ് പേരൻസിൻ്റെ വീടുള്ളത്, അവിടേക്ക് വന്നിരിക്കുകയാണ്. गुवाहाटी भारत के पूर्वोत्तर प्रदेशों का प्रवेश द्वार है. गुवाहाटी എവിടെയാണ്? गुवाहाटी भारत के पूर्वोत्तर प्रदेशों का प्रवेश द्वार है. പൂർവോത്തർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മേഖല. നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റും എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ആകെ എത്ര സ്റ്റേറ്റുകളുണ്ടെന്നറിയാമോ? അങ്ങനെ അതിലൊരു സ്റ്റേറ്റാണ് ആസാം. ആസാമിലാണ് ഗുവാഹട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ആസാമിൻ്റെ ക്യാപിറ്റലാണ്. നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. ഇന്ത്യയുടെ മാപ്പിൽ ഇവിടെ ഈ താഴെ ബോക്സിൽ അതിൻ്റെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മോൾ ഭാഗം നോർത്താണ്. ഇന്ത്യയുടെ ഈ ഒരു മോൾ ഭാഗം നോർത്താണ്. താഴെ സൗത്താണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്? അപ്പോൾ ഇന്ത്യയിൽ മോൾ ഭാഗത്തിലുള്ള സ്റ്റേറ്റ്സിനെയൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നാണ് പറയുക. താഴെയുള്ള സ്റ്റേറ്റ്സിനൊക്കെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സൈഡാണ് വെസ്റ്റ് ആൻഡ് ഈ ഒരു സൈഡാണ് ഈസ്റ്റ്. ഇവിടെ ഉത്തർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഉണ്ടോ? നോർത്തിന് ഹിന്ദിയിൽ പറയുന്നതാണ് ഉത്തർ. ഇതാണ് ഉത്തർ. ഇനിയോ പൂർവ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്. ഈസ്റ്റ് ഏത് സൈഡാണ്? ഈ സൈഡ്. അപ്പോൾ ഇതാണ് ഈസ്റ്റ്. അപ്പോൾ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുക. പൂർവോത്തർ എന്നാണ് ഹിന്ദിയിൽ അതിന് പറയാം. ഈ ഒരു കംപ്ലീറ്റ് ഇത്രയും സ്റ്റേറ്റ്സിനാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിലിവിടെ ലൈറ്റ് ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇതാണ് ആസാം. ഈ ആസാമിലാണ് ഗുവാഹട്ടി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസാം എന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് ഗുവാഹട്ടി. കേരള എവിടെയാ? ഇതാണല്ലേ കേരള. നിങ്ങൾക്കെല്ലാം അറിയോ കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാ? കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് തിരുവനന്തപുരം. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് തിരിച്ചു പോവാം. यह एक बहुत सुंदर और विशाल महानगर है जो ब्रह्मपुत्र नदी के तट पर स्थित है. അഭിഷേകിനോട് പറയാണ്, ഞാൻ ഗുവാഹട്ടിയിൽ വന്നിരിക്കുകയാണ്. ഗുവാഹട്ടി വളരെ സുന്ദരമായ വലിയൊരു മഹാനഗരമാണ്, വലിയൊരു സിറ്റിയാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ബ്രഹ്മപുത്ര നദിക്ക് തട് पर स्थित है. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. तुम्हें यह जानकर आश्चर्य होगा कि ब्रह्मपुत्र इतनी विशाल नदी है कि इसमें माजुली नाम का एक बहुत बड़ा द्वीप भी है. നീ ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവും. അതായത് ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞാൽ വളരെ വലിയ വിശാലമായൊരു നദിയാണ്. ആ ഒരു നദിയുടെ നടുക്ക് ഒരു ദ്വീപുണ്ട്. ദ്വീപ് എന്ന് പറഞ്ഞാൽ ഐലൻഡ്. അതിൻ്റെ പേരെന്താണ്? മാജുലി. മാജുലി എന്ന് പറയുന്ന ഒരു ദ്വീപ് തന്നെയുണ്ട് ബ്രഹ്മപുത്ര നദിയുടെ നടുക്കായിട്ട്. ഈ നദി മേ സ്ഥിത് ഭാരത് കാ സബ്സെ ബഡാ ദ്വീപ് ഹെ. ഭാരതത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബാക്കി ഏതൊക്കെ നദികളുണ്ടോ അവിടെയൊക്കെ ചെറിയ ചെറിയ ഇതേപോലത്തെ ദ്വീപുകൾ ഉണ്ടാവില്ലേ? ആ ദ്വീപുകളിലൊക്കെ വെച്ച് ഏറ്റവും വലിയ ദ്വീപാണ് ഈ മാജുലി എന്ന് പറയുന്ന ദ്വീപ്. മാജുലി മേ आसाम के विश्व प्रसिद्ध वैष्णव मठ सत्र में हमने സത്രിയ നൃത്ത ദേഖ. ആസാമിലുള്ള വിശ്വപ്രസിദ്ധം ആയിട്ടുള്ള ഒരു വൈഷ്ണവ മഠം. വൈഷ്ണവ് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിനാണ് വൈഷ്ണവ് എന്ന് പറയുന്നത്. അപ്പോൾ വൈഷ്ണവ മഠമായ അതിൻ്റെ പേരെന്താണ്? സത്ര. സത്രത്തിൽ നിങ്ങൾ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഒരു നൃത്തമാണ് സത്രിയ നൃത്ത. യह ഭാരത് കെ ശാസ്ത്രീയ നൃത്തോ മേ സെ ഏക് ഹെ. ഈ ഒരു നൃത്തം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ള ശാസ്ത്രീയ നൃത്തങ്ങളിൽ ഒന്നാണ്. ഏതൊക്കെയാണ് ശാസ്ത്രീയ നൃത്തം? കുറേ ശാസ്ത്രീയ നൃത്തങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ അതിലുൾപ്പെടും. गुवाहाटी नगर के समीप नीलांचल पर्वत पर कामाख्या देवी का मंदिर स्थित है. ഗുവാഹട്ടി നഗരത്തിൽ നീലാഞ്ചൽ എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു വലിയ ഹില്ലാണ്. അതിൻ്റെ മുകളിൽ കാമാഖ്യ ദേവി, നമ്മൾ ഓരോ സരസ്വതി ദേവി, ലക്ഷ്മി ദേവി എന്നൊക്കെ പറയും പോലെ കാമാഖ്യ ദേവിയുടെ മന്ദിർ സ്ഥിത് ഹെ, ഒരു അമ്പലമുണ്ട്. यहाँ पूरे भारत से श्रद्धालु दर्शन करने के लिए आते हैं. പൂര ഭാരത് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഇവിടേക്ക് ഭക്തന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുണ്ട്. കേരളത്തിലും അതുപോലെ പ്രശസ്തമായ അമ്പലങ്ങളില്ലേ? ഗുരുവായൂർ ടെമ്പിൾ, ശബരിമല ടെമ്പിൾ. അപ്പോൾ അവിടേക്കൊക്കെ ഇന്ത്യയിലെ വേറെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരില്ലേ? അതേപോലുള്ളൊരു അമ്പലമാണ് കാമാഖ്യ ദേവി ടെമ്പിൾ. हम लोग पिछले गुरुवार को वहाँ दर्शन करने गए थे. ലാസ്റ്റ് തേഴ്സ്ഡേ ഞങ്ങൾ അവിടെ ദർശനം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഹം ഉമാനന്ദ് മന്ദിർ ബി ഗയേ ഥേ. ഇനി ഒരു അമ്പലം കൂടി ഉണ്ട്, അതാണ് ഉമാനന്ദ് മന്ദിർ. അവിടെയും ഞങ്ങൾ പോയിരുന്നു. यहाँ पहुँचने के लिए नाव से जाना पड़ता है और थोड़ा पैदल भी चलना पड़ता है. ഈ ഒരു ഉമാനന്ദ് മന്ദിറിൽ എത്താൻ വേണ്ടി കുറച്ച് ദൂരം നമുക്ക് നാവ് സേ ജാനാ പടുത്ത. നാവ് എന്ന് പറഞ്ഞാൽ തോണി അല്ലെങ്കിൽ ബോട്ട്. അതല്ലാതെ കുറച്ച് ദൂരം പെദൽ ബി ചലനാ പടുത്ത. എന്നിട്ട് തോണിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ ദൂരം നടന്ന് മുകളിലേക്ക് പോകണം. पैदल चलते हुए नानी ने मुझे बताया कि स्वस्थ रहने के लिए खेलना बहुत आवश्यक है. ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എന്നോട് എൻ്റെ നാനി പറഞ്ഞു, സ്വസ്ഥ രഹനെ കെ ലിയേ, നല്ല ആരോഗ്യമുള്ള ആളാവാൻ വേണ്ടി ഖേൽന ബഹുത് ആവശ്യക് ഹെ, കളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉन्होंने कहा कि स्वस्थ तन में ही स्वस्थ मन रखता है. അവർ പറഞ്ഞു, നാനി പറഞ്ഞു, ആരോഗ്യമുള്ള ശരീരമുള്ള ഒരാൾക്ക് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഓടി ചാടിയൊക്കെ കളിച്ച് നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ മനസ്സുകൊണ്ടും ഭയങ്കര ഹാപ്പി ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. इसलिए पढ़ाई के साथ साथ खेल कूद भी बहुत आवश्यक है. അതുകൊണ്ട് തന്നെ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച് വളരുന്നതിൻ്റെ കൂടെ എല്ലാ രീതിയിലുള്ള കളികളും നമ്മൾ ചെയ്യണം.
मैंने नानी को तुरंत बताया कि मैं तो अपने मित्रों के साथ बहुत सारे खेल खेलता हूँ. ഞാൻ നാനിയുടെ അടുത്ത് തുരന്ത് അപ്പം തന്നെ പറഞ്ഞു, മേ തോ അപ്നെ മിത്രോം കെ സാത്ത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബഹുത് സാരെ ഖേൽ ഖേൽത്താ ഹൂം, പലതരം കളികൾ സ്കൂളിൽ നിന്ന് കളിക്കാറുണ്ട്. हम लोग कितने आनंद से खो खो, पीटू, क्रिकेट और फुटबॉल खेलते हैं. അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കുക, നമ്മൾ എത്ര ഹാപ്പി ആയിട്ടല്ലേ ഖോഖോ, പിട്ടു, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കാറുള്ളത് സ്കൂളിൽ. പിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കല്ലോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസോ ഒക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കല്ലെറിയുന്ന തരം ഒരു ഗെയിമാണ്. നിങ്ങളിൽ പലരും കളിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിലും സാരമില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഖേൽ കി ബാത് സോച്തേ ഹി മുझे തുമാരി യാദ് ആനെ ലഗി. ഇപ്പോൾ കളികളെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഓർമ്മ വന്നു. മേ തുമേ യഹാം കെ ബഹുത് സാരെ അനുഭവ് സുനാനാ ചാത്താ ഹോ. ഇവിടെ ഞാൻ ഈ വെക്കേഷൻ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും കണ്ടു. എൻ്റെ അനുഭവങ്ങളൊക്കെ നിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ജൽദ് ഹി ലോട്ടൂങ്ക, ശേഷ് ശുഭേ. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ എല്ലാം നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബഡോങ്കോ പ്രണാം. ബഡോങ്കോ പ്രണാം എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിലെല്ലാവരോടും എൻ്റെ പ്രണാമം അറിയിക്കണം, എൻ്റെ വിഷസ് അറിയിക്കണം. തുമാരാ മിത്ര രൂപക്. നല്ല ലെറ്ററാണല്ലേ. ഫ്രണ്ട് ഗുവാഹട്ടിയിൽ പോയ വിശേഷങ്ങളൊക്കെ നല്ല വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഓരോ വെക്കേഷന് പോകുന്ന സമയത്തും അവിടെ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതേപോലെ നല്ല കത്തുകൾ എഴുതണം കേട്ടോ. നമുക്ക് വേഗം എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേ ലിയേ. रूपम ने किसे पत्र लिखा और उसमें क्या लिखा? രൂപം ആർക്കാണ് ലെറ്റർ എഴുതിയത്, और അതിൻ്റെ അകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. रूपम ने अपने मित्र अभिषेक को पत्र लिखा है जिसमें उसने गुवाहाटी के अपने अनुभव बताए हैं. രൂപം എഴുതിയിരിക്കുന്നത് തൻ്റെ ഫ്രണ്ട് അഭിഷേകിനാണ്. അതിൽ അവൻ ഗുവാഹട്ടിയിലുള്ള തൻ്റെ അനുഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പത്ര के अनुसार रूपम अपनी गर्मी की छुट्टियां बिताने कहाँ गया हुआ है? പത്രക്ക് ഈ ലെറ്ററിനനുസരിച്ച് രൂപം തൻ്റെ സമ്മർ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ എവിടെയാണ് പോയിരിക്കുന്നത്? पत्र के अनुसार रूपम अपनी गर्मी के छुट्टियां, കണ്ടോ, पत्र के अनुसार रूपम अपनी गर्मी की छुट्टियां बिताने कहाँ. ഈ ഒരു കഹാം മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യും. ഗർമിക്ക് ചുട്ടിയാം ബിത്താനെ ഗുവാഹട്ടി ഗയാ ഹുവാ ഹെ. എവിടെയാണ് ഗുവാഹട്ടി? അപ്നെ നാനാ നാനി കെ ഘർ. ആപ് അപ്നി ഗർമി കി ചുട്ടിയാം ബിത്താനെ കഹാ ഗയേ ദേ ബതായിയേ. നിങ്ങൾ നിങ്ങളുടെ സമ്മർ വെക്കേഷൻ എവിടെയായിരുന്നു പോയത്? ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതിയതാണ്. മേ അപ്നി ഗർമി കി ചുട്ടിയാം ബിത്താനെ ഗോവ ഗയാ ഹെ. ഇത് വെറുതെ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണോ പോയത് അവിടെ ആ ഒരു ആൻസർ ഇവിടെ കഹാം എന്നുള്ള സ്ഥലത്ത് ഫില്ല് ചെയ്ത് എഴുതുക. ഓക്കെ. ശാരീരിക് ശ്രമം കെ ബാരെ മേ രൂപം കി നാനി ജി നെ ഉസെ ക്യാ സലാഹ് ദി. എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി രൂപത്തിൻ്റെ നാനിജി അവനോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? രൂപം കി നാനി ജി നെ ഉസെ സലാഹ് ദി കി സ്വസ്ഥ रहने के लिए खेलना बहुत आवश्यक है. നിങ്ങൾക്ക് ഈ മുഴുവനായിട്ടുള്ള സെൻറ്റൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾ എക്സാമിനൊന്നും പോകുന്ന സമയത്ത് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പം പത്ര के अनुसार रूपम अपनी गर्मी की छुट्टियां बिताने कहाँ गया हुआ है എന്നൊരു ചോദ്യം വരുമ്പോൾ, ഇത്രയും വലിയ ചോദ്യമല്ലേ, നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. കഹാം മാത്രം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. ഇനി എക്സാം ഹാളിലെത്തി നിങ്ങൾ ഇതൊക്കെ മറന്നുപോയാലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. എവിടെയാണ് പോയത്? ഗുവാഹട്ടി. അതേപോലെ നാനിജി എന്താ പറഞ്ഞത്? സ്വസ്ഥ रहने के लिए खेलना बहुत आवश्यक है. ഫുൾ സെൻറ്റൻസ് എഴുതിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് മാത്രമെങ്കിലും എഴുതണം. അടുത്തത് സോച്ചിയെ ഓർ ലിഖിയെ. ഇതും അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
നമുക്ക് ആൻസർ നോക്കാം. इस पत्र से गुवाहाटी नगर के बारे में आपको क्या क्या जानकारी मिली? ഈ ഒരു ലെറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഗുവാഹട്ടി നഗരത്തിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ പറ്റിയത്? गुवाहाटी भारत के पूर्वोत्तर प्रदेशों का प्रवेश द्वार है. ഒന്നാമത്തെ പോയിന്റ് അല്ലേ? ബ്രഹ്മപുത്ര നദി के तट पर स्थित है. ഗുവാഹട്ടി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. और यहाँ कामाख्य देवी का प्रसिद्ध मंदिर है. ഇത് മാത്രമല്ല, ഇനിയും പോയിന്റ്സ് ഉണ്ട്. ഇതുപോലെ 1-2 പോയിന്റ്സ് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. शारीरिक श्रम करना क्यों आवश्यक है? क्या आप प्रतिदिन कोई शारीरिक श्रम करते हैं? എക്സസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാറുണ്ടോ ഡെയിലി? എക്സസൈസ് മാത്രമല്ല, കളിക്കുന്നതും ഒക്കെ ശരീരത്തിന് ഫിസിക്കലായിട്ടുള്ള വ്യായാമം കൊടുക്കുന്നതിനാണ് നമ്മൾ ശാരീരിക് ശ്രം എന്ന് പറയുന്നത്. ശാരീരിക് ശ്രം സ്വാസ്ഥ്യ തൻ और मन के लिए आवश्यक है. അതായത് ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ശാരീരിക് ശ്രം അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ പോർഷൻ, നിങ്ങൾ ഏതെങ്കിലും ചെയ്യാറുണ്ടോ? അത് നിങ്ങളുടെ പോർഷനാണ്, നിങ്ങൾ എഴുതണം. ഇവിടെ ചെറുതായിട്ടൊന്ന് हाँ मैं प्रतिदिन दौड़ लगाता हूँ. ഞാൻ എല്ലാ ദിവസവും ജോഗിങ് ചെയ്യാറുണ്ട്, ഓടാറുണ്ട്. पत्र के अनुसार रूपम और अभिषेक कौन कौन से खेल खेलते हैं? पत्र के अनुसार रूपम और अभिषेक खो खो, पीटू, क्रिकेट और फुटबॉल खेलते हैं. आपका कौन कौन से खेल खेलना पसंद है? सूची बनाइए और लिखिए. നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിം കളിക്കാനാണ് ഇഷ്ടം? അതൊരു ലിസ്റ്റ് ആയിട്ട് എഴുതുക. അത് നിങ്ങളുടെ ഉത്തരമാണ്, നിങ്ങൾ എഴുതണം. ഇവിടെ ഒരു എക്സാമ്പിളിന് വെറുതെ തന്നിരിക്കുകയാണ്. മുझे क्रिकेट, फुटबॉल, बैडमिंटन और बास्केटबॉल खेलना पसंद है. आपने जो पत्र पढ़ा उसमें कुछ खेलों के नाम आए हैं. നിങ്ങളിപ്പം വായിച്ച ലെറ്ററിൽ കുറേ കളികളുടെ പേരുകൾ ഉണ്ടായിരുന്നു. आप और भी अन्य खेलों के नाम जानते और खेलते होंगे. അപ്പം നിങ്ങൾക്ക് വേറെ പല കളികളും അറിയായിരിക്കും, നിങ്ങളത് കളിക്കാറും ഉണ്ടാവുമായിരിക്കും. नीचे दी गई वर्ग पहेली में कुछ खेलों के नाम ढूंढिए और लिखिए. ഇവിടെ ഈ ഒരു വേർഡ് പസിലിൻ്റെ അകത്ത് കുറച്ച് കളികളുടെ പേരുകളുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാ? ക്രിക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഫുട്ബോൾ, വോളിബോൾ, ഹോക്കി, गिल्ली डंडा, खो-खो. 1 2 3 4 5 6. ഇനിയും ഇതിൽ ഗെയിംസ് ഉണ്ടാവും, അത് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാ പേരുകളും ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതണം. क्या आपके घर अथवा विद्यालय में कोई अन्य खेल भी खेल जाते हैं? उनके नाम नीचे लिखिए. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഇതല്ലാതെ വേറെ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുകളൊക്കെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ കളിക്കുന്ന ഗെയിം നിങ്ങൾ എഴുതണം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ തരാം, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, കബഡി, ടെന്നീസ്. पत्र में त्र तथा स्र संयुक्त अक्षरों का प्रयोग हुआ है. സംയുക്ത അക്ഷരം എന്ന് പറഞ്ഞാൽ ക, ഖ, ഖ അങ്ങനത്തെ വാക്കുകളൊക്കെ ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ലെറ്റേഴ്സാണ്. സംയുക്ത് എന്ന് പറഞ്ഞാൽ 2 അക്ഷരങ്ങൾ ചേർന്നുണ്ടാവുന്ന അക്ഷരത്തിനാണ് സംയുക്ത അക്ഷരം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ത്ര എന്നുള്ള അക്ഷരം എങ്ങനെയാണ് വന്നത്? ത, നമുക്ക് ത എന്ന് അറിയാം. താൻ്റെ ത് എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ര ആഡ് ചെയ്യുക. അപ്പം ത് ര ഈക്വൽ ടു ത്ര. അതേപോലെയാണ് ഷ് ഉണ്ടോ? ഷ് പ്ലസ് ര, ഷ് പ്ലസ് ര ഈക്വൽ ടു ശ്ര. ഇത് രണ്ടും സംയുക്ത അക്ഷരങ്ങളാണ്.
अब आप पत्र में त्र तथा स्र संयुक्त अक्षरों के प्रयोग से बने शब्दों को ढूंढ कर नीचे लिखिए. ഈ ലെറ്ററിൽ എവിടെയൊക്കെയാണോ ത്ര ഓ സ്ട്ര ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് വന്നിരിക്കുന്നത് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് താഴെ എഴുതുക. ആപ് അപ്നി സോച്ച് സെ ബി ത്ര തഥാ ശ്ര സംയുക്ത അക്ഷരോं के प्रयोग के बने नए शब्द लिख सकते हैं. ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് എഴുതുന്ന അക്ഷരങ്ങളും ഇവിടെ കൊടുക്കാം. ത്ര ഉപയോഗിച്ചുള്ള ശബ്ദങ്ങളാണ് ബ്രഹ്മപുത്ര, സത്ര, സത്രിയ, ശാസ്ത്രീയ, മിത്ര, പത്ര. സ്ര ഉപയോഗിച്ചുള്ളത് ശ്രദ്ധാലു. പിന്നെ ഈ വാക്കുകൾ ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ്. നിങ്ങൾ ബുക്കിൽ ഇനിയും ഉണ്ടെങ്കിൽ അതിവിടെ നോക്കി എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വേർഡ്സും എഴുതാം. ശ്രം, ശ്രദ്ധ, ശ്രവൺ. शब्द लड़ी बनाइए. जैसे घर में अंतिम वर्ण रा हो तो अगली कड़ी में रा से रस्ती लिखा है. ഓക്കെ, ഇതൊരു ചെറിയൊരു പസിലാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ആദ്യത്തെ വേർഡ് കൊടുത്തിരിക്കുന്നത് ഘർ ആണ്. ഘറിൻ്റെ അന്തിം ലെറ്റർ എന്താണ്? ര. അപ്പോൾ അടുത്ത ലെറ്റർ ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് വേർഡ്സും കൂടി ഇവിടെ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. റസി, ലാസ്റ്റ് ലെറ്റർ സ ആണ്. നമുക്ക് സാബൂൻ എന്ത് വേണമെങ്കിലും എഴുതാം. സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആണ് ന, നമക്. നമക് എന്ന് പറഞ്ഞാൽ സോൾട്ട്. ക വെച്ചിട്ട് കപ്പട, കപ്പട എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്. ഡ വെച്ചിട്ട് ഡിബ്ബ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയേ, നല്ല രസമല്ലേ? അന്താക്ഷരിയൊക്കെ കളിക്കുന്ന പോലെ ഓരോ വേർഡ്സിൻ്റെ ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് പുതിയ പുതിയ വേർഡ്സ് ഉണ്ടാക്കാം. पत्र में आए निम्नलिखित शब्दों में से नाम वाले शब्द ढूंढकर उनमें अपनी पसंद का रंग भरिए. ഇവിടെ കുറേ ബോക്സസ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറേ വേർഡ്സും ഉണ്ട്. ഇതിൽ നിങ്ങൾ നെയിമിംഗ് വേർഡ്സ് എഴുതണം. നിങ്ങൾക്ക് അറിയാലോ നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഒരു പേര് സൂചിപ്പിക്കുന്നതിനെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മേ ഒരു പേരാണോ? അല്ല, മേ ഒരു നെയിമിംഗ് വേർഡ് അല്ല. നാനി, അതെ അല്ലേ, നാനി ഒരു നെയിമിംഗ് വേർഡാണ്. നിങ്ങൾ ബുക്കിൽ ഈ ഒരു ഫില്ല് ചെയ്യുക കളർ. അഭിഷേക്, ഓഫ് കോഴ്സ് അഭിഷേക് ഒരു പേരാണ്. സോ അഭിഷേക് ഒരു നെയിമിംഗ് വേർഡാണ്. ബഡ ഒരു നെയിമിംഗ് വേർഡ് അല്ല. ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ ഒരു റിവറിൻ്റെ അല്ലെങ്കിൽ ഒരു നദിയുടെ പേരാണ്. ഭാരത്, ഓഫ് കോഴ്സ് ഭാരത് നമ്മുടെ രാജ്യത്തിൻ്റെ പേരാണ്. ദേഖ അല്ല. നീലാഞ്ചൽ എന്ന് പറഞ്ഞാൽ ഒരു ഹില്ലിൻ്റെ, ഒരു മലയുടെ പേരാണ്, ഒരു മൗണ്ടൈൻ്റെ പേരാണ്. ഖേൽന നെയിമിംഗ് വേർഡ് അല്ല. പിട്ടു, അതെ ഒരു ഗെയിമിൻ്റെ പേരാണ് പിട്ടു. ഗുവാഹട്ടി ഒരു സിറ്റിയുടെ പേരാണ്. ഹം ഒരു നെയിമിംഗ് വേർഡ് അല്ല. ഇത് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നിങ്ങളുടെ ബുക്കിൽ ഇഷ്ടമുള്ള കളറുകൾ ഫില്ല് ചെയ്യണം. ഓക്കെ. भारत के पूर्वोत्तर क्षेत्र में 8 प्रदेश है. ये अपनी प्राकृतिक सुंदरता और विविध परंपराओं हेतु प्रसिद्ध है. ये 8 प्रदेश है. അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ എവിടെയായിരുന്നു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന്. അവിടെ 8 സ്റ്റേറ്റുകളുണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ സുന്ദരമായ പ്രകൃതിയോടെ കൂടെയുള്ളതും പിന്നെ അവിടുത്തെ ഡിഫറെൻറ്റ് പരമ്പരാഗതമായ കാര്യങ്ങൾ കൊണ്ടും അത് ഫേമസ് ആണ്. ഏതൊക്കെയാണ് 8 സ്റ്റേറ്റുകളെന്ന് നോക്കാം. അസമിലാണ് ഗുവാഹട്ടി ഉള്ളത്. മിസോറാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര. ഈ ഒരു 8 സ്റ്റേറ്റിൻ്റെയും പേരുകൾ പഠിച്ചു വെക്കണം. ഇതാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. कक्षा में अपनी सहपाठियों और शिक्षक के साथ पूर्वोत्तर प्रदेशों पर चर्चा कीजिए.
ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ടീച്ചറിൻ്റെയും ഒക്കെ കൂടെ ഈ ഒരു ഏരിയനെ പറ്റി ചർച്ച ചെയ്യൂ. ഇസ് പത്ര में आपने गुवाहाटी സ്ഥിതി दो मंदिरों के बारे में पढ़ा. ഗുവാഹട്ടിയിലുള്ള 2 ക്ഷേത്രങ്ങളെ പറ്റി നിങ്ങൾ ഈ ലെറ്ററിൽ വെച്ച് പഠിച്ചു. കാമാഖ്യ ദേവി മന്ദിർ, ഇതാണ് കാമാഖ്യ ദേവി മന്ദിറിൻ്റെ ചിത്രം. ഇതാണ് ഉമാനന്ദ് मंदिर. आपके राज्य में भी कुछ प्रमुख धार्मिक स्थल होंगे. ऐसे स्थानों के बारे में अपने घर के सदस्यों से जानकारी प्राप्त कीजिए और कक्षा में सबको बताइए. ഇത് ഗുവാഹട്ടിയിലുള്ള 2 ടെമ്പിൾസ് ആണ്. ഇതേപോലെ നിങ്ങളുടെ സ്ഥലത്തും ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ഒക്കെ ഉണ്ടാവില്ലേ? അതിനെപ്പറ്റി നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ പറയണം. समूह में खेले जाने वाले बहुत से खेलों के साथ सामूहिक रूप से गीत या तुकबंदियाँ गाई जाती है. जैसे कि हरा समंदर गोभी चंदर, ऐसे ही कोई 2 गीत गाइए और लिखिए. ചില ഗെയിംസിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ പല പല പാട്ടുകൾ പാടിക്കൊണ്ടായിരിക്കും കളിക്കുക. അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഇവിടെ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പം റിങ്ക റിങ്ക റോസസ് അങ്ങനെയൊക്കെ കളിക്കാറുണ്ടാവും അല്ലേ പാടിയിട്ട്. ഇനി വേറെ ഏത് പാട്ടാ എനിക്കറിയില്ല, നിങ്ങളുടെ പാട്ടുകളല്ലേ, നിങ്ങളത് ഇവിടെ എഴുതുക. ഇനേ ബി ജാനിയേ. നേരത്തെ രൂപം അഭിഷേകിന് ലെറ്റർ എഴുതിയില്ലേ? എങ്ങനെയാ ലെറ്റർ എഴുതുക? എന്തിലാണ് എഴുതുക? അങ്ങനെ ലെറ്റർ എഴുതുന്ന ഒരു സാധനമാണ് ഇത്. ഇതിൻ്റെ പേരാണ് ഇൻലൻഡ്. ഈ ഇൻലൻഡിൻ്റെ അകത്ത് നമുക്ക് ലെറ്റർ എഴുതി ഇത് മടക്കി ഒട്ടിച്ച് നമുക്കിത് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാണ് പോസ്റ്റ് കാർഡ്. ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് കാർഡ്. ഈ ലെറ്ററൊക്കെ അയക്കാൻ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്റ്റാമ്പ്. ഇത് വേറെ വേറെ സ്റ്റാമ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലെറ്റേഴ്സ് എഴുതണം. നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് വരും. അതുവരേക്കും ബൈ.